എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു അനുഭവമാണ്. സജിയുടെ അനുഭവം. സജി നാരായണൻ എന്നാണ് നമ്മുടെ മോഹൻജി ഫാമിലിയിലെ ഈ ഒരു മെമ്പറുടെ പേര്. സജിയുടെ വീട് ഗുരുവായൂരാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി നമ്മൾ കൊടുങ്ങല്ലൂർ വെച്ച് ഒരു സത്സംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗുരുവിൻ്റെ പിറന്നാളല്ല ബർത്ത്ഡേയോടനുബന്ധിച്ച് തലേ ദിവസം ബർത്ത്ഡേ ഫെബ്രുവരി 23-നായിരുന്നു. പക്ഷെ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ടും എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ടും കൊടുങ്ങല്ലൂർ വെച്ചിട്ടാണ് അത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന എല്ലാവരും സജിയുടെ ആ ഒരു ഗുരുവിനെ കുറിച്ചുള്ള കവിത കേട്ടു എന്നതിനേക്കാൾ അധികം അത് അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം ആ ഒരു കവിത ചൊല്ലിയിട്ട് അവസാനമായപ്പോൾ സജി അവിടെ ഇരുന്ന് കരയായിരുന്നു, എങ്ങി കരയായിരുന്നു. അത് കണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പലർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. അതിനുശേഷം ഞാനും കുറച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ കരച്ചിലെന്ന് പറഞ്ഞാൽ അതൊരു സങ്കടം വന്നിട്ടുള്ള കരച്ചിലല്ല, ആ ഭക്തി കണ്ണീരായിട്ട് മാറുന്നതാണ്. അത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കണ്ടിരിക്കുന്നവർക്കൊരു സുഖമാണ്. ആനന്ദ കണ്ണീർ എന്ന് പറയും. അത്രയും ഭക്തി. സജിയുടെ കാര്യം പറയുകയാണെങ്കിൽ സജി ഭയങ്കര എഡ്യൂക്കേറ്റഡ് അല്ല, ഭയങ്കര ഹൈ എന്താ പറയുക പ്രൊഫൈലിലുള്ള ലൈഫൊന്നുമല്ല. സജി സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണ്. പക്ഷേ ആ ഒരു ഭക്തി ഉള്ളിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ ഭക്തി കവിതയായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. പല ഭക്ത കവികളും ഭയങ്കരമായിട്ട് ഇതിൽ എഡ്യൂക്കേഷനൊന്നും കിട്ടിയിട്ടില്ല സാഹിത്യത്തിൽ. പക്ഷെ അവരുടെ ആ ഉള്ളിലെ ഭക്തി എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് വെമ്പി വരുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നത് കവിതയായിട്ട് വരും. അതുപോലെ തന്നെയാണ് സജിയുടെ കവിതയെന്ന് എനിക്ക് തോന്നി. അതൊരു നല്ല അനുഭവമായിരുന്നു എല്ലാവർക്കും. ആ ഒരു കവിത വായിച്ച് കേട്ട് ഗുരുവിനോടുള്ള ഭക്തി അത് വാഗ്ദേവത അനുഗ്രഹിച്ച് വാക്കുകളായിട്ട് പുറത്തേക്ക് വന്ന് അത് ഒഴുകി അത് പ്രകടിപ്പിച്ച രീതിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അത്. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച ഒരു കാര്യം. സജി എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുമ്പ് സജിൻ്റെ അടുത്ത് മൈത്രി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വരെയല്ല, എന്നോട് പറഞ്ഞിട്ട് ഞാൻ സജിക്ക് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു തോന്നുന്നു, ഇവിടെ വരെയല്ല ഗുരുവായൂർ വെച്ചിട്ടാണ് തോന്നുന്നു സജിക്ക് ഞാൻ മൈത്രി കൊടുത്തത് ആദ്യം. അപ്പം സജിയുടെ വീട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹന്തഭാഗ്യം ജനാനം അല്ലേ, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ജനിച്ച് അവിടെ ജീവിക്കുക. അവിടെ ജനിച്ചതാണോ എന്ന് എനിക്കറിയില്ല. സജി ഇപ്പോൾ താമസിക്കുന്നത് അവിടെയാണ്, ഹസ്ബൻഡിൻ്റെ വീടായിരിക്കണം അവിടെ. അപ്പോൾ സജി എന്നോട് പറഞ്ഞു ഒരു കാര്യം, എനിക്ക് അമ്പലത്തിൽ പോകാനോ ഗുരുവായൂരപ്പനെ തൊഴുവാനോ പറ്റുന്നില്ല, ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല, ഒരുപാട് തടസ്സങ്ങൾ, എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അന്ന് അത് കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഗുരുവായൂരപ്പൻ്റെ അത്രയും അടുത്ത് കിടന്നിട്ട് ഒരു പ്രിവിലേജ് കാർഡൊക്കെ ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. അതിൻ്റെ അടുത്തുള്ളവർക്ക് ഈ സാമാന്യമായ ഭക്തജന തിരക്ക് കാരണം അവിടെയുള്ളവർക്ക് തൊഴുവാൻ പറ്റാത്തതുകൊണ്ട് ഒരു പ്രിവിലേജ് കാർഡ് കൊടുക്കുമല്ലോ, വേണമെങ്കിൽ കയറി തൊഴുവാൻ. അങ്ങനെയൊക്കെ കാർഡുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് സജി. അപ്പോൾ സജി പറയുന്നത് സജിക്ക് അവിടെ തൊഴുവാൻ പറ്റുന്നില്ല, പോയി തൊഴുവാനേ പറ്റാറില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പല പല തടസ്സങ്ങളാണ്, എനിക്ക് ആ തടസ്സങ്ങളൊന്നും മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ ഓർത്തു ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് ആൾക്കാർ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പോയി എന്താ പറയുക മണിക്കൂറുകളോളം ക്യൂ നിന്ന്. സാധാരണ ദിവസങ്ങളിൽ 2 മണിക്കൂറൊക്കെയാണ്, ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ 3 മണിക്കൂർ 4 മണിക്കൂർ വരെ ക്യൂ നിൽക്കും. ഇപ്പോഴാണ് കസേരകളൊക്കെ ഇട്ട് തുടങ്ങി, നേരത്തെ ആണെങ്കിൽ നിൽക്കുക ചെയ്യുക. അങ്ങനെ ക്യൂ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുന്ന ആ ഒരു മഹാക്ഷേത്രത്തിൻ്റെ അടുത്ത് കിടന്നിട്ട് സജിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അവിശ്വസനീയമാണ്. എന്തായാലും എല്ലാം ഗുരുവിൽ അർപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സജിക്ക് മൈത്രി കൊടുത്തു. അതിന് ശേഷം ആ ഒരു തടസ്സങ്ങളെല്ലാം മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ആലോചിച്ചു, സജി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സജിക്ക് ഒരു മെസ്സേജ് അയച്ചു, സജി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ആദ്യം എൻ്റെ അടുത്ത് വന്നത്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ സജി എനിക്ക് അയച്ച ആ മറുപടിയും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരു എന്ന് പറയുന്നത് നമുക്കും ഭഗവാനും ഇടയ്ക്കുള്ള ഒരു പാലമാണ്. ഭഗവാനും നമുക്കും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെയാക്കി സത്യത്തെ കാണിച്ചു തരുന്ന സൂര്യനാണ് ഗുരു. പലപ്പോഴും ഈ ഗുരുക്കന്മാരിലെ വിശ്വാസമില്ലാത്ത, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ പറയും ഞങ്ങൾ നേരിട്ട് ഭഗവാനെ ഭജിച്ചുകൊള്ളാമെന്ന്. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ പറ്റും, നമുക്ക് ഭഗവാന്റെ കഥകൾ
പാടാൻ പറ്റും, കീർത്തനങ്ങൾ ചൊല്ലാൻ പറ്റും, ഭക്തി വരും. പക്ഷേ ഭഗവാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ചൈതന്യം ഉള്ളിൽ അനുഭവിച്ചറിയുക, ഭഗവാനുമായിട്ട് സാരൂപ്യ ഭക്തിയും സാമീപ്യ ഭക്തിയും എല്ലാം ഉണ്ടെങ്കിലും ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു ഗുരു ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്, അനായാസമാണ്. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ ഗുരു പറഞ്ഞു തരും. നമ്മളിൽ അഹന്ത വളരുമ്പോൾ ഈ ഭക്തി മാർഗത്തിലായാലും ജ്ഞാനമാർഗത്തിലായാലും കർമ്മമാർഗത്തിലായാലും ഞാൻ എന്നുള്ളൊരു ഭാവം വരുമ്പോൾ അത് നമുക്കും ഭഗവാനും ഇടയ്ക്ക് വലിയൊരു മതിൽ കിട്ടും. ഒരു ഗുരുവിൻ്റെ ഗൈഡൻസോട് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഈഗോയ്ക്ക് നമുക്ക് ഒരു എന്താ പറയുക അടി കിട്ടും. അങ്ങനെ ആ ഒരു പാതയിലൂടെ പോകുന്നതാണ് ഏറ്റവും ലളിതവും സുന്ദരവും. നമ്മൾ സച്ചരിതത്തിൽ, സായി സച്ചരിതത്തിൽ പറയുന്നുണ്ട്, അറിയില്ലാത്ത ഒരു കാട്ടിൽ കിടന്ന് ഉഴലുന്ന ഒരാളെ പോലെയാണ് ഗുരുവില്ലാതെ ഈശ്വരനെ തേടുന്ന ഒരാൾ. നമുക്ക് ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിക്കാം, തെറ്റൊന്നുമില്ല അതിൽ. ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിക്കാം. പക്ഷേ ആ ഗുരുവിനെ ഗുരുക്കന്മാരുടെയും ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ആ ഒരു പാതയിലൂടെ നടന്ന്, കാരണം ഒരു ഗുരു താൻ അനുഭവിച്ചറിഞ്ഞ സത്യം, താൻ എങ്ങനെയാണ് ആ സത്യത്തിലേക്ക് എത്തിയത്, ആ അനുഭവജ്ഞാനത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ, നമുക്ക് വഴി തെറ്റിപ്പോകുന്നത് എവിടെയാണ് വീഴ്ചകൾ പറ്റുന്നത്, വീഴുമ്പോൾ തന്നെ കൈ പിടിച്ചുയർത്താൻ അല്ലെങ്കിൽ ഉപദേശിക്കാൻ, നമ്മുടെ സംശയങ്ങൾ തീർത്തു തരാൻ, ഇതിനൊക്കെ ഒരു ഗുരു ഉള്ളത് ഏറ്റവും ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തുക, ആ ഗുരുവിൽ തന്നെ ഈശ്വരനെ കണ്ടെത്തുകയാണ് നമ്മൾ. ആ ഗുരു ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാളാണെങ്കിൽ ആ ഗുരുവിനെ തന്നെ നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ എവിടെയോ ഇരിക്കുന്ന അദൃശ്യനായ ഒരു ഗുരുവിനെ അല്ല, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു ഗുരു, ആ ഗുരുവിൻ്റെ പ്രവർത്തികൾ, ആ ഗുരുവിൻ്റെ വാക്കുകൾ, ഉപദേശങ്ങളൊക്കെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ചെറുത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഗുരു പറഞ്ഞു തരും നമുക്ക്. രാവിലെ എഴുന്നേറ്റാൽ ഇന്ന പോലെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, ഇതൊക്കെ ഗുരു പറയുക മാത്രമല്ല കാണിച്ചു തരിക. അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് ഈസിയാണ്. അപ്പോൾ സജിയുടെ കാര്യത്തിൽ ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ പോകാനോ തൊഴുവാനോ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടുന്നില്ല എന്നാണ് സജി പറഞ്ഞത്. പക്ഷേ അത് ഗുരുവിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പം ആ ഒരു കണക്ഷൻ വളരെ ഈസിയായി. മോഹൻജിയുടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, ഈ ഒരു പാതയിലെത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദിവ്യമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ദിവ്യരായ ഗുരുക്കന്മാരിലേക്ക് മോഹൻജി നയിക്കാറുണ്ട് പലരും. നാഥാനന്ദജി, ദേവി അമ്മ, അങ്ങനെയുള്ള ഗുരുക്കന്മാരിലേക്ക് ധാരാളം പേര് പോയിട്ടുണ്ട്. കാരണം ആ ഒരു സിദ്ധന്മാരുടെ ദിവ്യരായ ഗുരുജനങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് തന്നെ നമുക്കൊരു കർമ്മ ക്ലെൻസിങ് പോലെയാണ്. കർമ്മ ക്ലെൻസിങ് അല്ല, കർമ്മ ക്ലെൻസിങ് എന്നല്ല പറയേണ്ടത്, നമ്മളുടെ ആ ഓറ ക്ലെൻസിങ്. നമ്മളൊരു സ്നാനം കഴിയുന്ന പോലെ, പുണ്യ സ്നാനം കഴിയുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം സജിയുടെ ഈ ഒരു അനുഭവം കാട്ടിത്തരികയാണ്. നമുക്കും ദൈവത്തിനും ഇടയിലുള്ള മതിൽ തകർക്കാൻ ഗുരുവിന് സാധിക്കും. നമ്മൾക്ക് ഏത് മാർഗമാണ് യോജിക്കുന്നതെന്ന് ഗുരുവിനറിയാം. ഭക്തി മാർഗമാണോ, ജ്ഞാനമാർഗമാണോ, കർമ്മമാർഗമാണോ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ സേവകൾ ചെയ്യുന്നുണ്ട്. മോഹൻജി എല്ലാ ആഴ്ചയും ഇപ്പോൾ 2 മണിക്കൂർ സത്സംഗം നടത്തുന്നുണ്ട് ഓൺലൈനിൽ. എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചാൽ തീർത്ത് കിട്ടും. ഭക്തിമാർഗം. അപ്പോൾ സജിയുടെയൊക്കെ ഭക്തിയാണ്. ഒരുപാട് ജ്ഞാനമുള്ള ആളൊന്നും അല്ല സജി. പക്ഷേ ആ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ സജിയോട് പറഞ്ഞു, സജി ഈ പാട്ട്, ഈ കീർത്തനം സജി തന്നെ ഒന്ന് പാടി അയച്ചു തരൂ. കീർത്തനം എന്നല്ല, എന്താ പറയുക, അതിനൊരു കവിത, ഭക്തിഗാനം എന്നൊക്കെ പറയാം. അപ്പോൾ സജി അത് എഴുതി അയച്ചു തരുമായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പാടുന്നില്ല, ഇത് സജിയുടെ ശബ്ദത്തിൽ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പാട്ടും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സജിയുടെ ആ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ വാക്കുകൾ എത്ര അർത്ഥവത്താണ് ഗുരുവിൻ്റെ കാര്യത്തിൽ നിന്ന്. അപ്പോൾ എത്ര ഈസിയാണെന്ന് നോക്കൂ. നമ്മൾ മുമ്പിൽ നിൽക്കുന്ന, പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന നമ്മുടെ ഗുരുവിനെ ഈശ്വരനായിട്ട് കണ്ട് ആ സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ആ ഒരു പരമചൈതന്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കും ഈശ്വരനും ഇടയിലുള്ള ആ ഗ്യാപ്പ് നികത്തുന്ന ഒരു രാമസേതു എന്നൊക്കെ തന്നെ പറയും ഗുരു. ആ ഗുരുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഗുരുവിൽ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ആ ഗുരുതത്വം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരും. ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനും
ഗുരു സഹായിക്കും. അങ്ങനെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഗുരുവിൽ ഉറച്ച് വിശ്വസിക്കുക. സജിയുടെ ഈ ഒരു അനുഭവം, മൈത്രി എന്ന് പറയുന്ന ഗുരുവിൻ്റെ എനർജി എങ്ങനെ സജിയിലുണ്ടായിരുന്ന ബ്ലോക്കുകൾ മാറ്റി ഭഗവാനിലേക്ക് അടുപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഗുരുവിൻ്റെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഗുരുവായൂർ എനിക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നാരായണാലയത്തിൽ കഴിഞ്ഞ ദിവസം സേവ നടത്തി ഗുരുവിൻ്റെ പിറന്നോളം, അപ്പം ഞാൻ സജിയാണ് വിളിച്ച് പറയാം, സജി ഒന്ന് പോയി ബുക്ക് ചെയ്യാമോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എന്തെങ്കിലും കാര്യം, എന്ത് കാര്യത്തിനും എനിക്ക് സജിയെ വിളിക്കാം. പലരെയും വിളിക്കാൻ പറ്റുന്നുണ്ട്, 3-4 പേരുണ്ടെങ്കിലും എനിക്ക് വളരെ ഈസി ആയിട്ട് എപ്പോഴും ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് സജിയോട് പറയും. അപ്പം ഗുരുവായൂരപ്പൻ്റെ അത്രയും അടുത്തുള്ള ഒരാളായിട്ടും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി തൊഴാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നാം. പക്ഷേ അങ്ങനെയുണ്ട്. അവിടെ തന്നെ താമസിച്ചിട്ടും ഗുരുവായൂർ പോയി തൊഴാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് ആ കണക്ഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അതേസമയം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നിട്ട് ഗുരുവായൂരപ്പനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഗുരു മാറ്റിത്തരും. നിങ്ങൾക്ക് അനുഭവമായിരിക്കും. പലരും പല സ്ഥലങ്ങളിലും ഈ ഗ്രൂപ്പുകൾ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നതിന് ശേഷം പോകുന്നത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം സായിറാം. ജയ മോഹൻജി. പിന്നെ ദീപാജി, ഞാൻ ഈ മോഹൻജി ഗ്രൂപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 2 കൊല്ലം ആവാറായി. 2024 വന്നത്. 1.5 കൊല്ലം ശരിക്കായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ദീപാജിയുടെ വീഡിയോയിൽ കൂടിയാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. പിന്നെ മോഹൻജിനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ വലപ്പാട് ഇങ്ങനെ മോഹൻജി വന്നിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം എന്നോട് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ മോഹൻജി എന്നൊരു ഗുരു ഉണ്ടെന്ന് അറിഞ്ഞത്. അതിനുശേഷം ദീപാജിയുടെ ഭാരത ദർശനം വീഡിയോ കുറേ കണ്ടു. ഉന്മത്തൻ്റെ മോഹൻജിയുടെ പുസ്തകത്തെ പറ്റിയൊക്കെ കുറേ കേട്ടു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ സായിബാബ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഫോട്ടോ രൂപത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ 1008 നാമങ്ങളൊക്കെ ജപിക്കാറുണ്ടായിരുന്നു. പിന്നെ സനാതന സാരഥി പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കൊല്ലത്തിന് ശേഷം പിന്നെ അതൊക്കെ ഞാൻ വിട്ടു. എൻ്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെയൊക്കെ പോയി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് മോഹൻജിനെ കാണുന്നതിന് ഒരു 6 മാസം മുമ്പ് ഷിർദി സായിബാബ, അമ്പലമൊക്കെ മുന്നീറുണ്ടെങ്കിലും കൂടി എനിക്ക് ഒരു ദിവസം പോലും ആ വഴിക്ക് ഞാൻ പോകാറും ഉണ്ടായിരുന്നില്ല, കാണാറും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവർ സായിബാബയുടെ ഒക്കെ ഡിവോട്ടിയാണ്. അപ്പോൾ അവർ ഷിർദിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സായിബാബയുടെ ചെറിയൊരു വിഗ്രഹം കൊണ്ടു തന്നു. അപ്പോൾ അങ്ങനെ സായിബാബയും എൻ്റെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷമാണ് മോഹൻജിനെ കുറിച്ച് ഞാൻ അറിയുന്നത്, ദീപാജിയുടെ ഭാരത ദർശനം വീഡിയോ കാണുന്നത്, ഈ ഗ്രൂപ്പിലേക്ക് ചേർന്നത്. ഗ്രൂപ്പിലേക്ക് ചേർന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ എനിക്ക് മോഹൻജിനെ നേരിട്ട് കാണാൻ പറ്റി. കൊടുങ്ങല്ലൂർ വന്നിട്ട് നമസ്കരിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ദീപാജിയോട് ഞാൻ പറഞ്ഞിട്ട് മൈത്രി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദീപാജിനെ കൊണ്ട് മൈത്രി എടുപ്പിച്ചിട്ട് ദീപാജി എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് മുന്നേ ഒന്നും ഗുരുവിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ധാരാളം ഭാഗവതങ്ങളും സത്സംഗങ്ങളും ഒക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് നമ്മൾ ഗുരുവിനെ അന്വേഷിച്ചു പോകണ്ട, സമയമാകുമ്പോൾ നമ്മളിലേക്ക് ഗുരു എത്തിച്ചേരുമെന്ന് പറയും. അപ്പൊ ഭാഗവതം വായിക്കാൻ തുടങ്ങുമ്പോഴും പിന്നെ ഓരോ ഇത് ചെയ്യുമ്പോഴും ഞാൻ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായി സങ്കല്പിച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഗുരു അങ്ങനെ ഗുരു എന്ന് പറഞ്ഞ് മോഹൻജിയിലേക്ക് ഞാൻ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഗുരുവായൂരപ്പൻ തന്നെയാണ് മോഹൻജിയുടെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നതെന്നാണ്. അപ്പോൾ ദീപാജി പറഞ്ഞതനുസരിച്ച് ഞാൻ മോഹൻജി ഗായത്രി ജപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂരിൽ പോയിട്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തൊഴാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പം എൻ്റെ ബ്ലോക്കായിട്ട് കിടന്ന നാമജപങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒരുവിധം ഭംഗിയായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ മെഡിറ്റേഷനൊന്നും സായിബാബ മെഡിറ്റേഷനൊന്നും എനിക്ക് കുറേ നേരം ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
ആദ്യമൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മോഹൻജിയുടെ ഒരു ചെറിയ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടണമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ എനിക്ക് എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ കാരണം കൂടുതൽ അതിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എല്ലാം കുറച്ച് കുറച്ച് അതിന് നല്ല പിന്നെ മെഡിറ്റേഷനൊക്കെ കുറഞ്ഞു. എന്നാലും ഞാൻ മോഹൻജി ഗായത്രി ഒന്നും നിർത്തിയിരുന്നില്ല. എനിക്ക് പറ്റണ പോലെ നടക്കണ വഴിക്കും ഇരിക്കണ വഴിക്കും പണിയെടുക്കണ സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ ജപിച്ചുകൊണ്ടിരുന്നു. പിന്നെ അല്ലാത്ത സമയമൊക്കെ നാമജപമൊക്കെ ആയിട്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് പറഞ്ഞ പോലെ വീട്ടില് എനിക്ക് അത്രയും എതിർപ്പെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അധികവും എന്നെ ഇറിറ്റേഷൻ എനിക്ക് ഉണ്ടാക്കിയിരുന്നത് എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു, പുറമക്കാരൊന്നും ആയിരുന്നില്ല. മോഹൻജി ആയിട്ടുള്ള ആ ഒരു ദീപാജിയായിട്ട് മൈത്രി ചെയ്ത ശേഷം ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഭർത്താവിനല്ല, ആദ്യം എനിക്കാണ് മാറ്റം ഉണ്ടായത്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. എന്നോട് എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞു, ഭർത്താവ് എന്ത് പറഞ്ഞാലും അപ്പുറത്തേക്കാണ് ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചിരുന്നത്. നല്ല സംസാരിക്കണ പ്രകൃതമായിരുന്നില്ല എൻ്റെ. അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. അത് മെല്ലെ മെല്ലെ കുറഞ്ഞു. ഞാൻ കൂടുതൽ കൂടുതൽ സോഫ്റ്റായിട്ട് വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ എതിർപ്പ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ മൂപ്പര് മെല്ലെ മെല്ലെ മാറി തുടങ്ങി. അതാണ് ഉണ്ടായത്. ഞാൻ എതിർപ്പ് കാണിക്കാണ്ടായി തുടങ്ങിയപ്പോൾ മൂപ്പര് എൻ്റെ അടുത്ത് അധികം എൻ്റെ ഒരു കുറച്ചധികം എന്നോട് അധികം സംസാരിക്കാണ്ടും അധികം ദേഷ്യപ്പെടാണ്ടും ആയി. അങ്ങനെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എന്നെ അങ്ങനെ ഒരു കാര്യത്തിലും കെയർ ചെയ്തിരുന്ന ആളല്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. പിന്നെ വാസനാഗുണമൊന്നും മനുഷ്യർക്കുണ്ടല്ലോ, അത് വേഗം വിട്ടുപോയില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം വെറൈറ്റി ആയിട്ട് വേറെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പൊ അതൊക്കെ ഇപ്പോ കുറെ മാറി. ഇപ്പൊ എന്താ വെച്ചാല് എന്നോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ആൾ സംസാരിക്കുന്നത്, പെരുമാറുന്നത്. ഇപ്പൊ രാവിലെ നേരത്തെ എണീറ്റില്ലെങ്കിൽ വിളിച്ച് എണീപ്പിക്കും. പക്ഷെ അച്ഛൻ ഞാൻ പറഞ്ഞില്ല, അവര് നേരത്തെ സംഗീതമൊക്കെ പഠിക്കാൻ പോയിട്ട് പകുതിക്ക് ഇട്ടുപോയി. അപ്പൊ ഇപ്പൊ ഇടയ്ക്കൊക്കെ വരുമ്പോ ഇപ്പോഴും നല്ലോണം പാടാനൊക്കെ അറിയുന്ന ആളാണ്. അപ്പൊ രാവിലെ എണീറ്റാലും നിങ്ങൾക്ക് പണ്ട് മുതലുള്ളൊരു ശീലമാണ് അയ്യപ്പൻ്റെ ഒരു സുപ്രഭാതം വെച്ച് കേൾക്കാന്നുള്ളത്. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോഴും മൂപ്പരത് ഓണാക്കി വെക്കും. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ അത് കേൾക്കണില്ല എന്നൊക്കെ നമുക്ക് പറയാറില്ല. അപ്പൊ ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ടു, ഞാൻ എൻ്റെ പണിക്ക് ഞാൻ എൻ്റെ പണി ചെയ്യും, അത്ര. ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് പറഞ്ഞില്ലേ, എനിക്ക് എന്ത് വന്നാലും വിഷമം എന്ന് പറഞ്ഞ് നടന്നു വരുന്ന ഞാൻ, എനിക്കിപ്പോ വിഷമം എന്ന് പറഞ്ഞാല് എന്താ അത് എന്ന് വെച്ചാൽ എനിക്കിപ്പം വിഷമം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയാണ്ടായി. കാരണം എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും അത് ഈശ്വരൻ തരുന്നതാണ്, നമ്മളത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ളത് ഗുരുവായൂരപ്പൻ ഉണ്ട്. നേരത്തെ തന്നെ എന്നോടത് പറയുന്നുണ്ടെങ്കിലും കൂടി അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കിട്ടണമല്ലോ. അത് മോഹൻജിയുടെ ആയിട്ടുള്ള ആ ഒരു മൈത്രിക്ക് ശേഷമാണ് എൻ്റെ കർമ്മങ്ങളൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങണം. ആ കർമ്മപ്രാരാബ്ദം തീരാണ്ട് ഇപ്പൊ നമുക്കത് മനസ്സിലാവില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ മോഹൻജിയുടെ ആ ഒരു ഇത് മൈത്രി എടുത്ത ശേഷമാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു തന്നെ പറയും. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. കീർത്തനങ്ങളൊക്കെ പണ്ട് എഴുതുമായിരുന്നെങ്കിലും ഞാനതൊന്നും ആരും കാണിക്കാറില്ലായിരുന്നു. കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കും, ഞാൻ തന്നെ വായിക്കും, ഭഗവാന്റെ മുമ്പിൽ വായിക്കും, അടച്ചു വയ്ക്കും. പക്ഷെ ഗുരുവിന്റെ ആ ഒരു കൃപ, പക്ഷെ ഞാൻ മോഹൻജിനൊന്നും അങ്ങനെ ഉള്ളിൽ കാണാറില്ല. അങ്ങനെയൊന്നും എനിക്ക് സ്വപ്നത്തിൽ എല്ലാവരൊക്കെ പറയാറില്ല, സ്വപ്നത്തിൽ കാണാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ മോഹൻജിയുടെ ഗായത്രി ജപിക്കുമ്പോഴും മോഹൻജിയുടെ ഓർമ്മയിൽ വരുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്കത് അറിയില്ല അങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്രയും എന്താ ഓരോ പണികള് വീട്ടിൽ ചെയ്യുമ്പോഴും അങ്ങനെ ഗുരുവായൂർക്ക് ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന വരികളാണ് ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ എഴുതിയിട്ട്. ഇപ്പൊ മോഹൻജിയുടെ ബർത്ത്ഡേ ആണെന്ന് ദീപാജി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ നിമിഷം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, മോഹൻജിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കീർത്തനം എഴുതി സമർപ്പിക്കണം. അങ്ങനെ എഴുതി സമർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് മോഹൻജിയുടെ അന്നദാനം ചുട്ടാക്കാൻ ദീപാജി വിളിച്ചു പറഞ്ഞു. നാരായണാലയത്തിൽ ഞാൻ ചെന്നു. ആ
പൂന്താനം കൃഷ്ണന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഞാൻ നാരായണ ജപിച്ചിട്ട് വീട്ടിൽ വന്നു. അതിനുശേഷം എന്താ പറയാ, അല്ല അതിനു മുന്നേ തന്നെ ഞാൻ കീർത്തനങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും കൂടി ഞാനിതൊന്നും എഴുതിയിടണമെന്നോ പറയണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് കീർത്തനം പാടിയിട്ട് മോഹൻജിക്ക് ഗിഫ്റ്റായിട്ട് കൊടുങ്ങല്ലൂർ വെച്ച് സമർപ്പിച്ചാലോ എന്ന് വിചാരിച്ച് ആ അന്നദാനത്തിന് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ദീപാജിയോട് പറഞ്ഞു, ഞാനിങ്ങനെ എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ദീപാജി എന്ന് പറഞ്ഞപ്പോൾ ദീപാജിയാണ് എന്നോട് പറഞ്ഞത്, എനിക്ക് ഇന്നേതായാലും സമയമില്ല, കൊടുങ്ങല്ലൂര് നമുക്ക് അവിടെ പരിപാടി ഇതിന് നടത്തുമ്പോൾ അവിടെ വന്ന് പാടി സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ ആ പാട്ട് ഞാനവിടെ പാടിയത്. കാരണം എനിക്ക് വേറെ ഒന്നും സംസാരിക്കാൻ, എല്ലാവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടാവും. അതാണ് എൻ്റെ പ്രകൃതി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നത്. എൻ്റെ ഉള്ളിൽ മോഹൻജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരാണ് മോഹൻജി എന്നൊക്കെ ഞാൻ ആ വരികളിലൂടെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ സമർപ്പിച്ചു. എല്ലാം മോഹൻജിയുടെ അനുഗ്രഹം. ദീപാജിയുടെ വീഡിയോകൾ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഗുരുനാഥന്റെ കുറെ 2-3-4 പുസ്തകങ്ങളൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ ഒരുവിധം മുഴുവൻ വായിച്ചു. പിന്നെ ഒരുവിധം പകുതി വായിച്ചു വെച്ചു. കാരണം അത്രയും എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ. കുടുംബത്തെ പ്രശ്നങ്ങളല്ല, കുടുംബത്തിലേക്ക് സമയക്കുറവുണ്ട്. അപ്പം എല്ലാം ഞാൻ മോഹൻജിയുടെ ഭാഗത്ത് സമർപ്പിക്കുകയാണ്. എല്ലാം ഗുരുവിന്റെ അനുഗ്രഹവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും. ഗുരുവായൂരപ്പൻ ആണ് എൻ്റെ പറഞ്ഞല്ലോ. ഇപ്പൊ അമ്പലത്തിലൊന്നും ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിലും കൂടി ഞാനിപ്പോ സംതൃപ്തിയാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനിത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഓം സായിറാം. ജയ് മഹാരാജ്. ഗുരുനാഥ ഗുരുനാഥ സദ്ഗുരു മോഹന ഗുരുനാഥ 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 സദ്ഗുരു മോഹന ഗുരുനാഥ സച്ചിദാനന്ദ ഗുരുനാഥ ശിവ ശക്തി സ്വരൂപ ഗുരുനാഥ സച്ചിദാനന്ദ ഗുരുനാഥ ശിവ ശക്തി സ്വരൂപ ഗുരുനാഥ 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 സദ്ഗുരു മോഹന ഗുരുനാഥ ആപദതാരിൽ വീണു നമിക്കും അടിയനെ കാത്തിടണേ. ആപദതാരിൽ വീണു നമിക്കും അടിയനെ കാത്തിടണേ. കരുണക്കടലേ നിൻ തിരുമൊഴിയാൽ നേർവഴി കാട്ടിടണേ. കരുണക്കടലേ നിൻ തിരുമൊഴിയാൽ നേർവഴി കാട്ടിടണേ. അശരണർ ഞങ്ങൾ അറിവില്ലാത്തോർ ആശ്രിത വത്സലനേ ഗുരുനാഥ ആപൽ ബാന്ധവനേ. അശരണർ ഞങ്ങൾ അറിവില്ലാത്തോർ ആശ്രിത വത്സലനേ ഗുരുനാഥ ആപൽ ബാന്ധവനേ. ഗുരുനാഥ ഗുരുനാഥ
സദ്ഗുരു മോഹന ഗുരുനാഥ. വിശക്കും വയറിനു അന്നമുട്ടിയിടുന്ന അന്നപൂർണേശ്വരിയേ. വിശക്കും വയറിനു അന്നമുട്ടിയിടുന്ന അന്നപൂർണേശ്വരിയേ. കാൽക്കലെത്തിയിടുന്ന ജീവനെയൊക്കെയും കാക്കുന്നൊരമ്മയല്ലേ. കാൽക്കലെത്തിയിടുന്ന ജീവനെയൊക്കെയും കാക്കുന്നൊരമ്മയല്ലേ. ഈ വിശ്വം മുഴുവനും ഒന്നായി കാണുന്ന ശ്രീ വിശ്വനാഥനല്ലേ. ഭക്തർ തൻ ആത്മസ്വരൂപനല്ലേ. ഭക്തർ തൻ ആത്മസ്വരൂപനല്ലേ. ഗുരുനാഥ ഗുരുനാഥ ശ്രീ സദ്ഗുരു മോഹന ഗുരുനാഥ. സച്ചിദാനന്ദ ഗുരുനാഥ. ശിവശക്തി സ്വരൂപ ഗുരുനാഥ. ശക്തി സ്വരൂപ ഗുരുനാഥ. പ്രിയമുള്ളവരെ, നമ്മൾ സായി സച്ചരിതത്തിൽ വായിച്ചിട്ടുണ്ട് സായി ബാബയെക്കുറിച്ച്. അവിടെയുള്ള മഹാരാഷ്ട്രയിലുള്ള വളരെ പാവപ്പെട്ട സ്ത്രീകൾ പാട്ടൊക്കെ പാടിക്കൊണ്ട് അവരെ കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് അവരുടെ ജോലികൾ ചെയ്യും. പക്ഷേ അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് സായി സച്ചരിതത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കീർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത്. അത് ഭാവി തലമുറയ്ക്ക് ഉപകരിക്കട്ടെ, ഗുരുവിനെ പറ്റിയുള്ള ഈ ഒരു കീർത്തനങ്ങൾ എന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.